പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പുതിയൊരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ പിളരുകയാണോ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ ഏറെക്കുറെ 40% വരുന്ന ലാൻഡ് ഇതോടുകൂടെ നഷ്ടമാകുമോ? വിശദമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഈ കഴിഞ്ഞ മെയ് 9 മിർ യാർ ബലൂച്ച് എന്ന ബലൂച്ച് നേതാവ് ബലൂചിസ്ഥാൻ ഇനി അങ്ങോട്ടൊരു സ്വതന്ത്ര രാഷ്ട്രമായി തുടരും, ഒരു റിപ്പബ്ലിക്കായി തുടരുമെന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വ്യത്യസ്ത ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗം, പാകിസ്ഥാൻ്റെ ഭാഗം ഇനി അങ്ങോട്ടൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുമോ? വലിയ തോതിൽ തന്നെയുള്ള തിരിച്ചടികൾ പാകിസ്ഥാൻ ഉണ്ടാകുമോ? എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി സംഭവിക്കുക? പാകിസ്ഥാൻ ഇവർക്കെതിരെ തിരിയുകയും ശക്തമായ രീതിയിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ഇനി അങ്ങോട്ട് നടക്കുമോ? ഏറ്റവും ഒടുവിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നൊരു രാഷ്ട്രം ലോകത്തിന് മുന്നിൽ നിലവിൽ വരുമോ? ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത ചോദ്യങ്ങളുണ്ടല്ലേ. അതിലും ഉപരിയായിട്ട് എന്തിനിപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ളൊരു രാജ്യം അതിനകത്ത് നിന്ന് തന്നെ ഉടലെടുക്കണം? എന്താണ് അവിടെയുള്ള പ്രശ്നങ്ങൾ? അങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാന ഭാഗം വരെ എത്തുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ ബലൂചിസ്ഥാനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഈ പാകിസ്ഥാനിൽ പ്രധാനമായിട്ടും 4 പ്രൊവിൻസുകളാണുള്ളത്. പഞ്ചാബ്, സിന്ധ്, അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ്വ, നാലാമതായിട്ട് ബലൂചിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ഏറെക്കുറെ 44% ലാൻഡ് ഉൾപ്പെടുന്ന ഏറെക്കുറെ 8.1 മില്യണിലധികം ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രദേശമാണ്, വലിയൊരു പ്രൊവിൻസാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്, പ്രൊവിൻസ് കൂടിയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ഒന്നാമതായിട്ട് വളരെയധികം സ്ട്രാറ്റജിക്, ജിയോ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എല്ലാം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രൊവിൻസിനുണ്ട്, ഈ ഒരു സ്ഥലത്തിനുണ്ട്. ഇനി നാച്ചുറൽ റിസോഴ്സിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഗോൾഡ്, കോപ്പർ, വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മിനറൽസ്, ഇതിൻ്റെ എല്ലാം തന്നെ വലിയൊരു നിക്ഷേപം തന്നെ ബലൂചിസ്ഥാനിലാണുള്ളത്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസും അവർക്ക് ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയയുടെ കോസ്റ്റൽ ആക്സസിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോഴും ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നത് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഒരേ ഒരു ഡീപ് സീ പോർട്ടായിട്ടുള്ള ഗ്വാഡർ പോർട്ട് എല്ലാം തന്നെ നിലകൊള്ളുന്നതും ഈ ഒരു ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിൻസിൽ തന്നെയാണ്. ഇതിനും അപ്പുറത്തേക്ക് ഒരു പടി മുകളിലായിട്ട് പാകിസ്ഥാനെ ഇന്ന് ന്യൂക്ലിയർ പവറാക്കി മാറ്റാൻ അതിൽ ഏറ്റവും വലിയ കാരണമായിട്ടുണ്ടായിരുന്ന അവരുടെ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നതും ബലൂചിസ്ഥാൻ തന്നെയാണ്. അപ്പം എന്തുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖല, പ്രൊവിൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഒരുപാടധികം വർഷങ്ങൾ പുറകിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു മേഖലയെല്ലാം തന്നെ രാജ്യഭരണം നിലനിന്നിരുന്ന ഖലത്ത് എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു, ഒരു രാജാവിൻ്റെ കീഴിലുള്ള രാജ്യമായിരുന്നു. പിന്നീട് 1947 ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഇവിടെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലകൊള്ളാനുള്ള തീരുമാനങ്ങളുമായിട്ട് കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ കൃത്യമായ രീതിയിൽ തന്നെ പാകിസ്ഥാൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 1948 ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ഖലത്ത് എന്ന് പറയുന്ന ഈ ഒരു വലിയ നാട്ടുരാജ്യത്തിന് പാകിസ്ഥാൻ്റെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കരാറുകളിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാവുകയാണ്. പക്ഷേ ഈ ഒരു സമയങ്ങളിൽ പോലും അവിടുത്തെ പ്രാദേശികരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ഈ തീരുമാനത്തോട് അതിനെ ഉൾക്കൊള്ളാനായിട്ട് അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ 1948 മുതൽക്കേ തന്നെ ഉടലെടുക്കുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് ബലൂചിസ്ഥാൻ മേഖലയിൽ അവിടുത്തെക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു രാഷ്ട്രമായിട്ട് തങ്ങൾക്ക് നിലകൊള്ളണമെന്ന് തുടങ്ങിയിട്ടുള്ള വലിയ തോതിലുള്ള വാദങ്ങൾ പോലും അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്.
ഇവിടെയൊക്കെ തന്നെയും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന അവസരങ്ങളിൽ അത് കൃത്യമായിട്ട് കേട്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുക എന്നതിനും അപ്പുറത്തേക്ക് മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ട് ആർമിയെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം അടിച്ചമർത്തുന്ന ഒരു നടപടിയാണ് കാലാകാലങ്ങളായിട്ട് പാക് ഗവൺമെൻറ് സ്വീകരിച്ചു വന്നിട്ടുള്ളത് എന്നൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ തന്നെ നമുക്കവിടെ നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. അതും വളരെയേറെ മനുഷ്യത്വരഹിതമായി വളരെയേറെ ബ്രൂട്ടലായിട്ടുള്ള നടപടികളെല്ലാം തന്നെയാണ് ഈ പ്രതിഷേധക്കാർക്കെതിരെ പ്രക്ഷോഭക്കാർക്കെതിരെ എല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനോടകം തന്നെ ബലൂചിസ്ഥാനിൽ നിന്നുള്ള ബലൂചികളായിട്ടുള്ള ഏറെക്കുറെ 7000-ഓളം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ സർക്കാർ രേഖകളിൽ ഓപ്പൺ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് കേസുകൾ നോക്കുകയാണെങ്കിൽ ആകെ കൂടെ മാൻ മിസ്സിംഗ് കേസുകൾ 2752 മാത്രമാണ്. അതിൽ തന്നെ പാക് പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് ആകെ കൂടെ 50ഓളം ആളുകളെ മാത്രമേ കാണാതായിട്ടുള്ളൂ എന്ന രീതിയിലുള്ള കണക്കുകളാണ്. അപ്പോൾ ഇത്രയധികം വരുന്ന 6000-ത്തിലധികം വരുന്ന ആളുകൾ എങ്ങോട്ടേക്ക് പോയി, അവർക്ക് എന്ത് സംഭവിച്ചു, അവരിപ്പോഴും ജീവനോടുകൂടെ ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ അതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഉത്തരങ്ങളും ലഭിക്കാത്ത ഒരവസ്ഥയിലൂടെ തന്നെയാണ് തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ബലൂചിസ്ഥാനിലെ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിനെതിരായിട്ട് ആരെങ്കിലും പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ലോയേഴ്സോ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളോ ഒക്കെ തന്നെയും ഈ പ്രവർത്തികൾക്കെതിരായിട്ട് പാക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തികൾക്കെതിരായിട്ട് രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇവരൊക്കെ തന്നെ ടെററിസ്റ്റ് ആയിട്ട് മുദ്ര കുത്തിക്കൊണ്ട് കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് ഇവരെ നീക്കുന്ന കാഴ്ചകൾ കൂടിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എന്താണ് സത്യത്തിൽ ഈ ബലൂചിസ്ഥാനിലെ ആളുകൾക്ക് പ്രശ്നം, എന്താണ് ഈ ബലൂചികളുടെ പ്രധാനമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെയുള്ള ഒരു ചൂഷണം അവർക്ക് നേർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് അവർക്ക് വിശദീകരിക്കാനുള്ളത്. അവരുടെ നാട്ടിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ള ധാതു ലവണങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ തന്നെ റീസെൻ്റ്ലി ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചൈന പോലും വലിയ തോതിൽ തന്നെ ഈ ചൂഷണത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പോലും വലിയ തോതിൽ തന്നെയുള്ള വ്യത്യസ്ത പ്രവർത്തികൾ ചൈനയുടെ നേതൃത്വത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഒത്താശകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അത് പ്രത്യേകിച്ച് ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ ബലൂചിസ്ഥാനിൽ അരങ്ങേറുന്നത്. ആക്ച്വലി ഈ CPEC എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളെല്ലാം തന്നെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടെയൊക്കെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ചൈനയിലെ സിൻഷാൻ പ്രൊവിൻസിൽ നിന്നും ബലൂചിസ്ഥാനിലെ ഗോഡാർ പോർട്ട് വരെ നീണ്ടു കിടക്കുന്ന രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളൊക്കെ തന്നെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത ഇൻഫ്രാസ്ട്രക്ചറൽ മാറ്റങ്ങളൊക്കെ തന്നെയും സംഭവിക്കുമ്പോൾ ഇതൊക്കെ തന്നെയും ബലൂചികളെ കൊള്ളയടിക്കാൻ വേണ്ടി നടത്തുന്നതാണ് എന്ന രീതിയിലാണ് ഇവരതിനെ നോക്കിക്കാണുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് എടുത്ത് പറയുകയാണെങ്കിൽ അവിടെയുള്ള ഖനികളുടെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ചിലതിൻ്റെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളുകൾ ചൈനയുടെ പക്കലാണ്. അവിടെ ഈ ബലൂചികളായിട്ടുള്ള ആളുകളെ അടിമ കണക്കെ പണിയെടുപ്പിച്ചുകൊണ്ടാണ് ഈ ധാതു ലവണങ്ങളെല്ലാം തന്നെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഗോഡാർ പോർട്ടിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോഴും മുമ്പ് നമ്മൾ പരാമർശിച്ചു, പാകിസ്ഥാനിലെ ഒരേ ഒരു ഡീപ് സീ പോർട്ടാണ് ഈ ഗോഡാർ പോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണങ്ങളുള്ളത് ചൈനയുടെ പക്കലാണ്. ചൈനയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഈ ബലൂചികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്ത പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ലാൻഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു പോർട്ട് വന്നതോട് കൂടിയിട്ട് വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെയൊക്കെ തന്നെയാണ് അവർക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി മത്സ്യത്തൊഴിലാളികളുടെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് പോലും ഇവരുടെ ഒക്കെ തന്നെയും ബോട്ടുകൾ സീസ് ചെയ്യുകയും പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവിടെയും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ നാട്ടിൽ നിന്നും ഇത്തരത്തിൽ വ്യത്യസ്ത റിസോഴ്സുകൾ എടുക്കുന്നുണ്ട്, വ്യത്യസ്ത മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചൈനക്ക് പോലും അവിടെ ഇടപെടാൻ വലിയ തോതിലുള്ള സ്വാധീന ശക്തികൾ നൽകുന്നുണ്ട്. എന്നിട്ട് കൂടെയും തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതൊന്നും നൽകാൻ വേണ്ടി പാകിസ്ഥാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല, തങ്ങളുടെ അവകാശങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നൊക്കെ വരുന്നതോട് കൂടിയിട്ട് തന്നെയാണ് തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം, ഒരു രാഷ്ട്രം വേണം, ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലകൊള്ളണം എന്ന തോതിലുള്ള വലിയ ചിന്തകളെല്ലാം തന്നെ ബലൂചികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നത്. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത് BLA ആണ്.
ബലൂച്ച് ലിബറേഷൻ ആർമി. 2000-ലാണ് ഈ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ്, വളരെയധികം സ്ട്രക്ചേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന വിഘടനവാദികളായിട്ടുള്ള ഈ മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഉയർന്നു വരുന്നത്. ഇവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുക, ബലൂചിസ്ഥാനിലുള്ള ആളുകൾക്കൊക്കെ തന്നെയും അവരുടെ അവകാശങ്ങളൊക്കെ തന്നെയും നേടിക്കൊടുക്കുക, അവരെ രക്ഷിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഇവർ കൃത്യമായ രീതിയിലുള്ള ഒരു സ്ട്രക്ചറോട് കൂടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ ഇവർക്ക് വ്യത്യസ്ത രീതിയിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് മജീദ് ബ്രിഗേഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. ഈ ഒരു വിഭാഗത്തിലുള്ളത് സൂയിസൈഡ് സ്ക്വാഡാണ്, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റാക്കുകളൊക്കെ തന്നെ നടത്തുന്ന ആളുകളാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാകും BLAയുടെ ആളുകൾ സൂയിസൈഡ് അറ്റാക്കുകൾ നടത്തി എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അത് ഇവരുടെ ഈ ഒരു വിഭാഗമാണ് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവർ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഫത്തേഹ് സ്ക്വാഡ് എന്ന് പറയുന്ന ഇവരുടെ വിഭാഗമാണ്. ഗൊറില്ല വെയർഫെയർ, ഗൊറില്ല യുദ്ധമുറയിൽ ഇവർ വളരെയധികം അഗ്രഗണ്യരാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആർമി ഉണ്ട്. എന്നാൽ ഈ BLAയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അംഗസംഖ്യ കുറവാണ്. അവിടെ അവർക്ക് ഏറ്റവും അധികം എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഗൊറില്ല യുദ്ധമുറകളാണ്. പഴയകാലത്ത് പഴശ്ശിരാജയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള യുദ്ധമുറകളിലൂടെ പാകിസ്ഥാൻ്റെ ആർമിയെ ഇവർ ഇത്തരത്തിൽ തന്നെ നേരിടുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് ഇവരുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ്. ഹൈ ഇമ്പാക്റ്റ് ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഇവരുടെ നേതൃത്വത്തിലാണ് ഇവർ ചെയ്തു വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ ബലൂചിസ്ഥാൻ്റെ സ്വതന്ത്രത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനാണ് BLA എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിലെ കരട് തന്നെയാണ് ഈ BLA, ബലൂച്ച് ലിബറേഷൻ ആർമി. സ്വാഭാവികമാണ്, രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന, രാജ്യത്തെ വിഘടിപ്പിക്കണം അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളാക്കി മാറ്റണം എന്നൊക്കെ ഉള്ള വാദങ്ങൾ ഉയരുമ്പോൾ തീർച്ചയായിട്ടും ഈ കൂട്ടരൊക്കെ തന്നെയും ടെററിസ്റ്റുകൾ എന്ന രീതിയിൽ തന്നെയാണ്, ഭീകരവാദികൾ എന്ന രീതിയിലൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവർ വ്യത്യസ്ത രീതിയിലുള്ള വലിയ തോതിലുള്ള ഇമ്പാക്റ്റുകൾ വരുത്തി വെക്കുന്ന പ്രവൃത്തികളൊക്കെ തന്നെയും ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒന്ന് പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇവർ നടത്തിയിട്ടുള്ള അറ്റാക്കാണ്. രണ്ടാമതായിട്ട് ചൈനീസ് കോൺസുലേറ്റ് ഇവർ പൂർണ്ണമായിട്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. PC ഹോട്ടൽ അറ്റാക്ക് മറ്റൊന്ന് എടുത്ത് പറയേണ്ടതാണ്. ഏറ്റവും ഫൈനലി നാലാമതായിട്ട് ഹെറോഫ് 2.0 എന്ന് പറയുന്ന വലിയ തോതിലുള്ള ഒരു മിഷൻ. ഈ മിഷൻ്റെ ഭാഗമായിട്ട് ഏറെക്കുറെ 58ഓളം ലൊക്കേഷനുകളിലായിട്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇവർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ട്രെയിൻ ഹൈജാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിനെല്ലാം പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നതും BLAയുടെ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ബലൂചിസ്ഥാനിലെ ഏറെക്കുറെ 60 മുതൽ 80ഓളം വരുന്ന സ്ഥലങ്ങളും ഇപ്പോൾ BLAയുടെ അണ്ടറിലായിട്ടുണ്ട് എന്നാണ് ഇവർ പുറത്തുവിടുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ മിലിറ്ററിക്കൊക്കെ തന്നെയും രാത്രി കാലങ്ങളിൽ പുറത്ത് പെട്രോളിംഗ് നടത്താനൊന്നും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കൂടെ BLA കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ കനത്ത തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ BLAയും വലിയ തോതിലുള്ള കൃത്യതയോടുകൂടിയുള്ള ഇടപെടലുകൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിൽ മിർ ബലോച്ച് എന്ന ബലോച്ച് നേതാവൊക്കെ തന്നെയും മെയ് 9 ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവർ ഇന്ത്യയുടെ പിന്തുണ തേടിയിട്ടുണ്ട്. ഡൽഹിയിൽ ബലൂചിസ്ഥാൻ ഒരു എംബസിയൊക്കെ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇവർ തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ UN-നോടും സഹായങ്ങൾ തേടിയിട്ടുണ്ട്. UN-ൻ്റെ പീസ് കീപ്പേഴ്സിനൊക്കെ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു രാജ്യം നിലവിൽ വരുമോ? ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു പ്രൊവിൻസ് തന്നെയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ ഒരു മേഖല ഇത്തരത്തിൽ മറ്റൊരു രാഷ്ട്രമായിട്ട് മാറുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. ഒരുപാട് വ്യത്യസ്ത എക്കണോമിക്കലി ആണെങ്കിലും ജിയോ പൊളിറ്റിക്കലി ആണെങ്കിലും സ്ട്രാറ്റജിക്കലി ആണെങ്കിലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള നഷ്ടങ്ങൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ ബലൂചിസ്ഥാൻ ഇത്തരത്തിലൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലകൊള്ളുമോ, അവർക്ക്
എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യത്യസ്ത പ്രവൃത്തികളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ്റെ മറ്റു മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡ് പോലും പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലകൊള്ളുക എന്നൊരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ബാക്കി രാഷ്ട്രങ്ങളൊക്കെ തന്നെയും ഇത് പൂർണ്ണമായിട്ടും അംഗീകരിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന കാര്യം തീർച്ചയായിട്ടും ലോകം ഒരുപോലെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റ് രാഷ്ട്രങ്ങൾ ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കാതെ വരുമ്പോൾ, അതിന് ഒരുപാടധികം സമയമെടുക്കുമ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാൻ ആർമി ബലൂചിസ്ഥാനിലേക്ക് പൂർണ്ണമായിട്ടും മിതച്ചു കയറിക്കൊണ്ട് BLAയുടെ അംഗങ്ങളെ പൂർണ്ണമായിട്ടും വകവരുത്തിക്കൊണ്ട് ഈ ഒരു മേഖലയെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകളും വലിയ തോതിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യണം. ഈ ഒരു ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനകത്തുള്ള ഈ ഒരു പ്രൊവിൻസുമായി ബന്ധപ്പെട്ട പുതിയൊരു രാഷ്ട്രം വരുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാകിസ്ഥാൻ്റെ 44% വരുന്ന ലാൻഡ് നഷ്ടമാകുക എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അവർ നിസ്സാരമായിട്ട് കൈകെട്ടിയതൊന്നും നോക്കിയിരിക്കാനുള്ള യാതൊരുവിധ സാധ്യതകളുമില്ല. അപ്പോൾ ഇനി ഇതിനും അപ്പുറത്തേക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു BLA എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ തന്നെയാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അവിടെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് മാത്രം നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാടധികം വീഡിയോസുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.